കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. തിരുവനന്തപുരത്തെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂക്ഷമായതോടെ ദുരിതത്തിലായിരിക്കുകയാണ് 400ഓളം കുടുംബങ്ങൾ. 3 ദുരിതാശ്വാസ ക്യാമ്പുകളിലായി 41 പേരെയാണ് മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ പമ്പ, അച്ചൻകോവിൽ, കക്കാട്ടാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് അല്പം താഴ്ന്നിട്ടുണ്ട്. അരയാഞ്ഞിലിമൺ കോസ്വേയിൽ നിന്നും വെള്ളമിറങ്ങി. കണ്ണൂരിൽ സ്കൂൾ മതിൽ ഇടിഞ്ഞു വീണു. കനത്ത മഴയിൽ കാസർകോട്ടും ആലപ്പുഴയിലും ക്ഷേത്രങ്ങൾ മുങ്ങി. ചാവക്കാട്ട് കടലാക്രമണം രൂക്ഷമായി തുടരുകയാണ്. കോഴിക്കോട് കാപ്പാട് പുതുക്കിപ്പണിത റോഡ് തകർന്നു. വയനാട് പനമരത്ത് 30-ലധികം കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടിരിക്കുന്നത്. ശക്തമായ മഴ തുടരുന്നതിനാൽ 12 ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചു. കാസർഗോഡ്, കണ്ണൂർ, വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കോഴിക്കോട് ഒളവണ്ണയിൽ പുഴയിൽ വീണ് ഒരാൾ മരിച്ചു. വിവരങ്ങളുമായി നമുക്കൊപ്പം പ്രതിനിധികൾ ചേരുകയാണ്. അഷിൻ ഡിയാഗോ തിരുവനന്തപുരത്ത് നിന്ന്, ആൽജിൻ മട്ടന്നൂർ കൊച്ചിയിൽ നിന്ന്, VS രഞ്ജിത്ത് കോഴിക്കോട്ട് നിന്ന്. വിവിധ മേഖലകളിൽ മഴയുടെ ദുരിതം എത്രമാത്രമെന്ന് നമുക്ക് നോക്കാം. ആദ്യം അഷിൻ ഡിയാഗോയിലേക്ക്. അഷിൻ, ഗുഡ് ഈവനിംഗ്. രാവിലത്തെ ഒരു സാഹചര്യം തന്നെയാണോ ഇപ്പോഴും സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ദൃശ്യമാകുന്നത്? മുന്നറിയിപ്പുകളിൽ മാറ്റമുണ്ടോ? സുജയ, നിലവിൽ സംസ്ഥാനത്ത് 3 ദിവസം കൂടി മഴ തുടരും എന്നുള്ള മുന്നറിയിപ്പ് തന്നെയാണ് നിലനിൽക്കുന്നത്. ബാക്കി അലർട്ടുകളിലൊന്നും വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ഞാൻ ഇപ്പോഴുള്ളത് തിരുവനന്തപുരത്ത് വെട്ടുകാട് ഉള്ള ബാലനഗറിലാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 2 ദിവസമായി 3 ദിവസമായി പെയ്ത മഴയിൽ ഈ ഭാഗത്തെ ഈ 90% വീടുകളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. വരും ദിവസങ്ങളിലും മഴ ശക്തമാകും എന്നുള്ള മുന്നറിയിപ്പാണ് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകളൊക്കെ വലിയ പ്രതിസന്ധിയിലാണ്, ആശങ്കയിലാണ്. കാരണം ഇപ്പോൾ ഈ കഴിഞ്ഞ 4 ദിവസമായി തുടരുന്ന മഴയിൽ ഇതാണ് അവസ്ഥയെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ളതാണ് ഇവരെ ആശങ്കപ്പെടുത്തുന്നത്. ഇവിടെ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ കാണാം. സ്കൂൾ വിട്ടുകഴിഞ്ഞ് വരുന്ന കുട്ടികളടക്കം ഇപ്പോൾ ഈ ഒരു ചെളിയിലൂടെയാണ് നടന്നു പോകുന്നത്. ഇവിടെ പ്രധാനമായും ഈ മഴവെള്ളം ഒലിച്ചു പോകാൻ ഓടയില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇത് എത്രയും പെട്ടെന്ന് അധികാരികൾ നടത്തിത്തരണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ പ്രധാന ആവശ്യം. നേരത്തെ നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ 6 മാസത്തിനിടെ ഇത് 2ാമത്തെ തവണയാണ് ഇത്തരത്തിൽ ഇവിടെ വെള്ളം പൊങ്ങുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലും സമാന രീതി തന്നെയായിരുന്നു. കാരണം മഴ പെയ്യുമ്പോഴെല്ലാം ഇവിടെ വെള്ളം കയറുന്നു. പക്ഷേ ആരും തിരിഞ്ഞു നോക്കുന്നില്ല എന്നൊരു സാഹചര്യമാണ് ഉള്ളത്. ചേച്ചി, ഈ മഴ വെള്ളക്കെട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണോ? നടക്കാനൊന്നും വയ്യ, കൊച്ചുങ്ങൾ വെളിയിൽ ഇറങ്ങാൻ വയ്യ, പിന്നെ കടയിൽ പോയി സാധനം വാങ്ങിക്കാൻ ഒക്കില്ല, ഒന്നിനും പോവാക്കാത്തൊരു സാഹചര്യമാണ്. വെളിയിൽ ഇറങ്ങാൻ പറ്റൂല. ഞാൻ ആശുപത്രിയിൽ പോയിട്ട് വരുന്ന വഴിയാണ്, ഇതിലൂടെ വരാൻ പാങ്ങില്ല. ആട്ടോ വന്നപ്പോൾ അവിടെ നിർത്തൂ, ഇങ്ങോട്ട് വരത്തില്ല. അങ്ങനെ എന്തോന്ന് ചേട്ടൻ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിൽക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ എന്തോന്ന് കൊച്ചിനെ എടുത്തോണ്ട് പോകാന്ന് പറഞ്ഞു വന്നപ്പോഴാണ് നിങ്ങൾ വന്നത്. ഇവിടെ നേരത്തെ ഇങ്ങനെ വെള്ളം കിട്ടാറുണ്ടോ? അതോ ഇപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസം ആയില്ല, 4 മാസം ഉണ്ടായുള്ളൂ. ഞാൻ വീണ്ടും ഇപ്പൊ 2ാമത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഉടനെ വെള്ളം, അവിടുത്തെ എല്ലാ വെള്ളം കൂടെ ഒന്ന് ഇവിടെ ഇറങ്ങിയാണ്. ഇതിനേക്കാളും വെള്ളം, എല്ലാ വീടുകളിലും വെള്ളമാണ് ഇവിടെ. കൊണ്ട വണ്ടിയിൽ നിന്ന് എടുക്കും. ഇവിടെ ശരിക്കും ഉണ്ട്. ഞാൻ എന്റെ മോളെ ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ ഇങ്ങോട്ട് താമസിക്കുകയാണ്. ഇവിടെ ശരിക്കും ആൾക്കാരുണ്ട്, അങ്ങ് ഏറ്റവും വരെ ആൾക്കാരുണ്ട്. എത്രയും പേരും ഒരു നിവൃത്തിയില്ല. അവർക്ക് വെള്ളമുണ്ട്. കുടിവെള്ളത്തിന് ഇപ്പം ഈ പൈപ്പ് ഉള്ളത് കൊണ്ട് വെള്ളത്തിന് പാടില്ല. വെള്ളം കിട്ടും, കുടിക്കാൻ വെള്ളം കിട്ടും. ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടുത്തെ വെള്ളം കയറ്റി കൊണ്ടുപോകുന്ന പമ്പ് ചെയ്ത് വെള്ളം കയറ്റി കൊണ്ടുപോകുന്ന ഒരു ലോറിയാണ്. ഈ ലോറിയിൽ വെള്ളം കയറ്റി ഇത് അടുത്തുള്ള നദിയിൽ നിക്ഷേപിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ക്രമീകരണം നടത്തിയിട്ടുള്ളത്. നമ്മൾ രാവിലെ ഇവിടെ വരുമ്പോഴും ഇതേ സൗകര്യം മാത്രമാണ് ഇവിടെ ഉള്ളത്. ഈ സൗകര്യം പോലും ഇവിടുത്തെ ആളുകൾ പ്രതിഷേധിച്ചതിനെ തുടർന്നാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ചേച്ചി, ബുദ്ധിമുട്ടാണ്. 3 വർഷം കൊണ്ട് ഞങ്ങൾ ഇത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും ഒരു മാറ്റത്തിന് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരണം ദയവേത്. വീടിനകത്തെല്ലാം ബാത്റൂമിലെല്ലാം വെള്ളം കയറി. ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പാടാ. കുട്ടികളൊക്കെ ബന്ധുവീടുകളിലൊക്കെ മാറ്റി. ഞാൻ ബന്ധുവീട്ടിൽ തന്നെ പോകുന്നത് ഇപ്പൊ. ക്യാമ്പിലോട്ട് മാറി വന്ന് എനിക്ക് അറിഞ്ഞൂടാ, അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. ബന്ധുവീട്ടിലേക്ക് പോകും, നിൽക്കാൻ പറ്റുന്നില്ല. ഇല്ല, ആരും വന്നില്ല. കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു, ഇപ്രാവശ്യം ആരും വന്നില്ല. നേരത്തെ മാറ്റി. ബാത്റൂമൊക്കെ നിറഞ്ഞു പോയപ്പോ പിന്നെ അവിടെ നിർത്താൻ പറ്റാത്ത ഭയങ്കര കഷ്ടപ്പാടാ. ഇവിടെ ആഹാരം കൊടുക്കാൻ വേണ്ടി മാത്രം ഞാൻ ഇവിടെ വരുന്നത്. പൂച്ച വീടിന്റെ മുകളിലൊക്കെ നിർത്തിയിരിക്കുക.
സുജിയ, ഇതാണ് ഇവിടത്തുകാരുടെ അവസ്ഥ. കാരണം പലർക്കും ഈ മുട്ടറ്റം വെള്ളമുണ്ട്. ഇത് രാവിലെ മുതൽ ഇവിടുന്ന് വെള്ളം പമ്പ് ചെയ്ത് മാറ്റിയതിനു ശേഷമുള്ള വെള്ളമാണ് ഈ കാണുന്നത്. അപ്പോൾ രാവിലെ എന്തുമാത്രം വെള്ളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ. ആ ഒരു തരത്തിൽ മുട്ടറ്റം ഇവിടെ മുങ്ങിക്കിടക്കുന്ന ഒരു സാഹചര്യം. 1-2 കുടുംബങ്ങളല്ല, 100-ലധികം കുടുംബങ്ങളാണ് ഇത്തരത്തിൽ ഈ ഒരു ബുദ്ധിമുട്ട് ഈ ഒരു പ്രദേശത്ത് മാത്രം, വെട്ടിക്കാട് എയർപോർട്ട് ഈ ഭാഗങ്ങളിൽ മാത്രം ഈ ഒരു ദുരിതം അനുഭവിക്കുന്നത്. പക്ഷേ ആരും തന്നെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട പരാതി. കാരണം ഇവർക്ക് മറ്റ് ആനുകൂല്യങ്ങളോ ധനസഹായമോ ഒന്നും വേണ്ട. ഇവർക്ക് ഇവരുടെ വീട്ടിൽ സ്വൈര്യമായി ഒന്ന് ഇരിക്കാൻ, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളില്ലാതെ ഒന്ന് പുറത്തിറങ്ങി നടക്കാനുള്ള സൗകര്യം, അതിനുവേണ്ടി ഇവിടെ ഒരു ഓട എങ്കിലും നിർമ്മിച്ചു തരണം എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. രാവിലെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ മുതിർന്നവർക്ക് ജോലിക്ക് പോകാനോ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഇതുവരെയും അതിൽ ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല. കാരണം ഇവിടെ നമ്മൾ നേരത്തെ ഈ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കുന്നത്, മുൻപും ഇത്തരത്തിൽ ഇവിടെ വെള്ളം കെട്ട് ഉണ്ടാകാറുണ്ട്. ഇത് സ്വാഭാവികമായി വെള്ളം ഇറങ്ങില്ല, വറ്റിപ്പോവുകയോ അല്ലെങ്കിൽ തനിയെ ഇത് ഇറങ്ങിപ്പോവുകയോ ചെയ്യില്ല. ഇത് 2 ആഴ്ച 3 ആഴ്ചയോളം ഇത് ഇങ്ങനെ തന്നെ തുടരും. പിന്നീടാണ് ഈ വെള്ളം വറ്റിപ്പോകുന്നത്. ഇത് 1-2 ആഴ്ച കൊണ്ടുണ്ടാകുന്നതല്ല. നേരത്തെ തന്നെ പല വർഷങ്ങളായി ഇവർ ഈ സമാനമായ ബുദ്ധിമുട്ടാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും പല രീതിയിലുള്ള പരാതികൾ നൽകി, കൌൺസിലറെ കണ്ടു, MLA കണ്ടു, എല്ലാവരെയും കണ്ടു. എന്നിട്ടും പക്ഷേ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയ ഒരു പരാതി. ഒരു ഓട, ഈ അഴുക്കുചാല, ഈ വെള്ളം ഒഴുകിപ്പോകുന്നതിനായി ഒരു അഴുക്കുചാല വേണം എന്നുള്ളതാണ് ഇവിടുത്തെ ആളുകളുടെ പ്രധാന ആവശ്യം. എന്തായാലും ഈ ഒരു വിഷയം, ഇതിൽ അടിയന്തരമായ ഒരു ഇടപെടൽ ഉണ്ടാകണം. കാരണം നേരത്തെ തന്നെ ഈ പല വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്നിട്ടും ഇതിലൊരു നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഈ വെള്ളം ദുർഗന്ധം വമിക്കുന്നൊരു വെള്ളമാണ്. നമുക്കിതാ ഈ ദൃശ്യങ്ങളിൽ തന്നെ കാണാം വെള്ളം ഇറങ്ങിയതിന്റെ പാട്. ഇതുവരെ വെള്ളം ഉണ്ടായിരുന്നു. ഇതാണ് ഈ മോട്ടോർ ഉപയോഗിച്ച് ഈ ലോറിയിൽ പമ്പ് ചെയ്ത് മാറ്റി വെള്ളത്തിന്റെ അളവ് ഇപ്പോൾ ഇതുവരെ എത്തിയിരിക്കുന്നത്. മുന്നോട്ടും സ്ഥിതി ഇത് തന്നെയാണ്. സമാന രീതിയിലാണ് ഈ ഡ്രെയിനേജ് വേസ്റ്റ് അടക്കം ഈ വെള്ളത്തിൽ കലർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അസഹനീയമായ ദുർഗന്ധമാണ് ഈ വെള്ളത്തിലുള്ളത്. ഈ വീടുകളിൽ ചുറ്റുമൊക്കെ കൊച്ചു കുഞ്ഞുങ്ങൾ വരെ ഉള്ള വീടുകളാണ്. ഞാൻ രാവിലെ വന്നപ്പോൾ ഈ വീട്ടിലുള്ളവർക്കൊക്കെ പൊടി കുഞ്ഞൊക്കെയുണ്ട്. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടിനിടയിലാണ് ഇവരിവിടെ നിൽക്കുന്നത്. മറ്റു ചിലർ ബന്ധു വീട്ടുകളിലേക്കും ഇതിനോടകം തന്നെ ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. ബാക്കിയുള്ളവർ ക്യാമ്പിലേക്കാണ് മാറിയിട്ടുള്ളത്. ഇവർക്ക് ഇവിടുന്ന് അടിയന്തരമായി മാറി താമസിക്കാനുള്ള സൗകര്യം അവിടുത്തെ ആളുകളുടെ ദുരിതം എത്രയാണ് എന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളിലൂടെയാണ് ഇപ്പോൾ അഷൻ ഡിയാഗോ കടന്നുപോയത്. നിരവധി കുടുംബങ്ങൾ ബുദ്ധിമുട്ടുകയാണ്. നമുക്ക് മധ്യ കേരളത്തിലെ വിവരങ്ങളിലേക്ക് പോകാം. അടുത്തതായി അർജുൻ മട്ടന്നൂർ കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം തത്സമയം ചേരുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ, കടലാക്രമണം, അതുപോലെ തന്നെ പലയിടങ്ങളിൽ നിന്നുള്ള മഴക്കെടുതിയുടെ വാർത്തകൾ, അതൊക്കെയാണ് മധ്യ കേരളത്തിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇതുവരെയുള്ള കാലാവസ്ഥാ ദുരിതങ്ങൾ എങ്ങനെയാണ്? സുജാ പാർവതി, മധ്യ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇന്ന് പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഇടവിട്ട ചില ശക്തമായ മഴ രാവിലെയൊക്കെ പെയ്തിരുന്നു. പക്ഷേ ഉച്ചയ്ക്ക് ശേഷം പൊതുവെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. പക്ഷേ അപ്പോഴും ഈ മഴക്കെടുതികൾ പലയിടത്തും സംഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പ്രത്യേകിച്ച് ആലപ്പുഴയിൽ ഈ കുട്ടനാട് അടക്കമുള്ള മേഖലകളിൽ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു. അവിടെ ആ മേഖലയിൽ നിരവധി വീടുകൾ വെള്ളത്തിനടിയിലാകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അവിടെ ക്ഷേത്രങ്ങളിലടക്കം വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ, നീലേറ്റുപുറം ചക്കുളത്തുകാവ് ദേവീക്ഷേത്രത്തിന്റെ പരിസരത്താണ് വെള്ളം കയറിയത്. അവിടെ നിരവധി വീടുകളിലും വെള്ളം കയറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പിന്നെ ഏറ്റവും മഴക്കെടുതി രൂക്ഷമായ മേഖല തൃശൂരാണ്. തൃശൂർ ചാവക്കാട്, അവിടെ കടലാക്രമണം രൂക്ഷമാണ്. ഇന്ന് 30ഓളം വീടുകളിലാണ് അവിടെ വെള്ളം കയറിയത്. 150ഓളം കുടുംബങ്ങൾ അവിടെ പ്രതിസന്ധിയിലാണ് എന്നും വാർത്തകൾ വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ വലിയ കടലാക്രമണം ഉണ്ടായ എറണാകുളം ജില്ലയുടെ തീരദേശ മേഖല, അതായത് എടവനക്കാട് അടക്കമുള്ള മേഖലകളിൽ ഇന്ന് പ്രതിഷേധവുമായി നാട്ടുകാർ രാവിലെ രംഗത്തെത്തിയിരുന്നു. ഇന്ന് ചെറായി വൈപ്പിൻ റോഡ് ഉപരോധിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധം. ഏതാണ്ട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന പ്രതിഷേധം പിന്നീട് ഫോർട്ട് കൊച്ചി സബ് കളക്ടർ എത്തി നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് താൽക്കാലികമായെങ്കിലും ഈ സമരക്കാർ പിന്മാറിയത്. പക്ഷേ പ്രശ്നം ഇതുവരെ പരിഹരിച്ചിട്ടില്ല. അവിടെ ഈ കടലാക്രമണം തടയാൻ ടെട്രോപോഡ് അടക്കമുള്ള സ്ഥിരം സംവിധാനങ്ങൾ വേണം എന്ന ആവശ്യവുമായാണ് ഈ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും പ്രതിഷേധം തുടരും. അതേസമയം ഇന്ന് രാവിലെ മൂവാറ്റുപുഴയാറിലടക്കം ജലനിരപ്പ് ഉയർന്നിരുന്നു. പക്ഷേ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നാണ് അറിയാൻ കഴിയുന്നത്. പൊതുവെ ഇടുക്കി ജില്ലയിലും ഇന്ന് തെളിഞ്ഞ കാലാവസ്ഥയാണ്.
ഓക്കെ അർജുൻ, നമുക്ക് വടക്കൻ കേരളത്തിലേക്ക് പോകാം. കാസർഗോട്ടൊക്കെ ക്ഷേത്രങ്ങൾ മുങ്ങി എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. കാപ്പാട് പുതുക്കിപ്പണിത ഒരു റോഡ് തകർന്നു, പനമുരത്ത് 30-ലധികം കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. അങ്ങനെയുള്ള നിരവധി വിവരങ്ങൾ വടക്കൻ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. പുഴയിൽ വീണൊരാൾ മരിച്ച വാർത്തയടക്കം വരുന്ന സാഹചര്യമാണല്ലോ രഞ്ജിത്ത്. വടക്കൻ കേരളത്തിലെ ഇപ്പോഴത്തെ സാഹചര്യം എങ്ങനെയാണ്? മഴ ഇപ്പോൾ തോർന്നു നിൽക്കുകയാണോ? കൂടുതലിടങ്ങളിൽ നിന്ന് മഴക്കെടുതിയുടെ വാർത്തകൾ വരുന്നുണ്ടോ? സുജയ, ഇന്നലെ രാത്രി മുതൽ ഇടവിട്ട് മഴ പെയ്യുന്നുണ്ട്. കോഴിക്കോട്ടും വടക്കൻ കേരളത്തിലും ആകെയും മഴ വളരെ ശക്തിപ്പെട്ടു വരുന്നു. മലയോരത്തും അതുപോലെ കടലോര മേഖലയിലുമാണ് ഏറ്റവും അതിൻ്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. കോഴിക്കോട് കാപ്പാട് തീരത്ത് അവിടെ തുവപ്പാറ മുതൽ ഏകദേശം 1 കിലോമീറ്റർ ദൂരം കടൽഭിത്തിയും അതുപോലെ തന്നെ തീരദേശത്തെ റോഡും ഇടിഞ്ഞു വീണിട്ടുണ്ട്. ഈ തുവപ്പാറയിലെ കൊയിലാണ്ടി വരെയുള്ള റോഡിൻ്റെ 1 കിലോമീറ്റർ ദൂരം കഴിഞ്ഞ കാലവർഷക്കാലത്തും പൊളിഞ്ഞു വീണിരുന്നു. അന്ന് അവിടെ 9 ലക്ഷം രൂപ ചെലവഴിച്ച് കോറി വേസ്റ്റൊക്കെ ഇട്ട് അതൊന്ന് നികത്തിയിരുന്നു. ആ ഭാഗം വീണ്ടും ഇപ്പോൾ കടലെടുത്ത് പോയിരിക്കുന്നു. നാട്ടുകാർ വലിയ പരാതിയാണ്. അല്പം മുമ്പ് ഒളവണ്ണയിൽ നിന്നൊരു മരണവാർത്ത വന്നത്. ഒളവണ്ണ മാമ്പുഴയ്ക്ക് തീരത്ത് ബണ്ടിനോട് ചേർന്ന് ഫോൺ ചെയ്ത് നിൽക്കുകയായിരുന്ന യുവാവ് ഒഴുക്കിൽപ്പെടുകയുണ്ടായി. അദ്ദേഹം ഫോൺ ചെയ്ത് ആ പുഴയുടെ തീരത്ത് നിൽക്കുകയായിരുന്നു. കാൽ വഴുതി പുഴയിലേക്ക് വീണു എന്നാണ് പറയുന്നത്. ഒഴുക്കിൽപ്പെട്ട് ഏറെ നേരം കാണാതായി. ഫയർഫോഴ്സ് എത്തി തെരച്ചിലിനൊടുവിലാണ് അദ്ദേഹത്തിൻ്റെ മൃതദേഹം കണ്ടെത്തിയിട്ടുള്ളത്. കുന്നത്തുപാലം സ്വദേശി നെല്ലൂളി രതീഷാണ് മരണപ്പെട്ടത്. അദ്ദേഹത്തിന് 47 വയസ്സുണ്ട്. അതുപോലെ വയനാട് ജില്ലയിൽ ഈ ടൂറിസം മേഖലയിലൊക്കെ എല്ലാം തന്നെ അവിടെ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ടൂറിസം മേഖലയിലേക്ക് സന്ദർശകർക്ക് പ്രവേശനമില്ല. കണ്ണൂർ ജില്ലയിലാണെങ്കിൽ ഇരട്ടിയിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോട് ഇന്നലെ രാത്രി ചെറിയ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ വലിയ ദുരിതങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. ഇന്നലെ രാത്രി പേരാമ്പ്രയിലെ ഒരു വീട്ടിൽ നിർത്തിയിട്ടിരുന്ന ജീപ്പിന് മുകളിലേക്ക് മരം വീണ് ജീപ്പ് പൂർണ്ണമായും തകർന്നിരുന്നു. വെള്ളിപ്പറമ്പിൽ വലിയ മരം റോഡിലേക്ക് കടപുഴകി വീണ് ഗതാഗതം സ്തംഭിച്ചിരുന്നു. കോട്ടൂളിയിൽ നിർമ്മാണത്തിലിരുന്ന ഒരു വീടിൻ്റെ മതിൽ പൂർണ്ണമായും തകർന്നിരുന്നു. ഈ രീതിയിൽ പല ഭാഗത്തു നിന്നായി മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇന്ന് കോഴിക്കോട് ജില്ലയിൽ വലിയ തോതിൽ മഴയില്ല. ഇടവിട്ട് ചെറിയ മഴ പെയ്യുന്നുണ്ടെങ്കിൽ കൂടി അതിൻ്റെ ഒരു ദുരിതമായി അല്ലെങ്കിൽ അതിൻ്റെ വലിയ ദുരന്തങ്ങളൊന്നും തന്നെ സംഭവിച്ചിട്ടില്ല. മാവൂർ ഭാഗത്ത് ഈ ചെറുപുഴയൊക്കെ കരകവിഞ്ഞൊഴുകി അല്പം വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. സാധാരണ മാവൂർ ഭാഗത്താണ് ഏറ്റവും ആദ്യം കോഴിക്കോട് ജില്ലയിൽ വെള്ളം പോകുന്നത്.